ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇതെന്താ സാധനം എന്നറിയോ? നമ്മുടെ ഇവിടെ കൊടകണ്ടല എന്നാട്ടോ പറയാ. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാ? എന്തായാലും ഇത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. നമ്മുടെ ഇവിടെ സോപ്പൊക്കെ വിൽക്കാൻ വരുന്ന ഈ കുടുംബശ്രീൻ്റെ സോപ്പൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചിൻ്റെ ആ ചേച്ചിനോട് പറഞ്ഞേ, കൊച്ചേ നീ അത് കളയല്ലേ, അതെടുത്ത് തോരൻ വെക്കുന്നു. അപ്പം അതിനോടൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഇതുപോലത്തെ ഇങ്ങനെ ഇലകളും ഉള്ളിയെടുക്കാൻ എന്നോട് പറഞ്ഞേ. ഞാൻ അതുപോലെ തന്നെ ചെയ്യും കേട്ടോ. ഭയങ്കര അനുസരണക്കുള്ള കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ കുറച്ച് ഇലകളൊക്കെ ഒന്ന് ഉള്ളിയെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇതാ ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മെനക്കെടുണ്ട് ഉള്ളിയെടുക്കാൻ. നീളമുള്ള കമ്പൊക്കെ കിട്ടീന്. എന്തായാലും നല്ലോണം കഴുകി എടുത്ത് വെച്ചതാണ്, വെള്ളത്തിൽ അങ്ങനെ വെച്ചതാണ്. ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് തണ്ടൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റണം. ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള എന്തോ മരുന്നാണ്. അപ്പനോട് കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്ന സംഭവം. പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല. എന്താ തല മുതൽ കാല് വരെയുള്ള ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും പറ്റും, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യ്. എന്തായാലും വയറിന് നല്ലതാണെന്നറിയാം, പിന്നെന്താ ഓർമ്മശക്തിക്ക് നല്ലതാണെന്നറിയാം, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്തായാലും ഇതുപോലെ നമുക്കിത് തണ്ട് വല്ലാതെ ഇല്ലാതെ കുറച്ച് ചെറുതാക്കിയിട്ട് ഒക്കെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ചെറുതാക്കി